കാണാഞ്ചേലുള്ള പെണ്ണാണ് പെണ്ണ് ബാപ്പാന്റെ പൊന്നാര മോളാണ് മോള് കാണാഞ്ചേലുള്ള പെണ്ണാണ്. അല്ലത് ആരാണ് ആമിൻതാത്തന്റെ ഒരു പൊന്നുമോള്? അത് മീമാങ്ങ വരുന്ന നമ്മൾ ആമിൻതാത്തന്റെ മോളെ. നിങ്ങൾ ഇങ്ങനാണ് ഓരോരോ പാട്ടും പാടി ഓരോരോ പെണ്ണുങ്ങളെ വലയിലാക്കണേ. അവസാന പെണ്ണുങ്ങൾ വലയിലായിട്ട് മീനിട്ട് പൈസയും തരൂല. പത്തോ ഈ സംഗീതം എന്ന് പറഞ്ഞാലുണ്ടല്ലോ പത്തോ, അത് നമ്മൾ ഉള്ളിൽ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന അതറിയാണ്ട് പാടി പോവും. നിങ്ങൾ ഇങ്ങനെ പാട്ടും പാടി ഇവിടെ കുത്തിരുന്നോളി. അല്ലാണ്ട് എന്താക്കാനന്ന് ഹർത്താലല്ലേ, പുറത്തു പോകാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു വണ്ടി ഓടുന്നുണ്ട് പുറത്ത്? പത്തോ ഈ ഹർത്താൽ എന്ന് പറഞ്ഞാലുണ്ടല്ലോ പത്തോ ജനദ്രോഹമാണ്, ജനദ്രോഹം. ഈ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ കഴിഞ്ഞ 3 മാസത്തിനുള്ള എത്രാമത്തെ ഹർത്താൽ എന്ന് പറയുന്നത് 11ാമത്തെ ഹർത്താലാണ്. ഞമ്മക്ക് ഹർത്താലിൽ നിന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ദിവസം. നിങ്ങളൊക്കെ ഒന്ന് പൊരയില് നേരെ ചൊവ്വ കാണാൻ കിട്ടണ ഈ ഹർത്താലിന്റെ എന്നല്ലേ. തലേന്ന് മീനും കോയും ബീഫും ഒക്കെ വാങ്ങി പിറ്റേന്ന് അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തിന്നൂടെ. ഇക്ക് പെരുന്നാളിനേക്കാളും ഇഷ്ടം ഈ ഇടക്കിടക്ക് വരുന്ന ഹർത്താലാ. വല്ലാത്തൊരു മനസ്സ് തന്നെയാണ് പാത്തുണ്ട്. എടി ഈ ഹർത്താലിൽ നിന്ന് നമ്മളെ സാമ്പത്തിക വിപണിയിലുണ്ടാവുന്ന നഷ്ടം എത്രയെന്നറിയാം? ചന്തയില് മാർക്കറ്റില് എന്തെങ്കിലും കച്ചവടം നടക്കുന്നുണ്ടോ? അപ്പൊ നമ്മളെന്ന് മീൻ കച്ചവടത്തിന് പോയിട്ടില്ല, എത്ര പൈസ നമുക്ക് നഷ്ടോ? ഹൊഞ്ച മൂസക്കായെ, നിങ്ങൾ എന്നും ഈ മീൻ കച്ചവടത്തിന് തന്നെയല്ലേ പോണത്? ഒരു ദിവസമെങ്കിലും മീനാറ്റല്ലാണ്ട് നിങ്ങൾക്ക് ഒന്ന് പൊരേ കുത്തിരുന്നൂടെ? ഇവിടെ കുത്തിരുന്നിട്ട് എന്താണ് പാത്തു, അന്റെ ഈ വളിഞ്ഞ മോന്ത കാണാനോ? ഞാനൊന്ന് പുറത്തൊക്കെ പോയിട്ട് ഇങ്ങോട്ട് വരാം. പുറത്തൊക്കെ പോയാൽ നിങ്ങൾക്ക് അറിയാലോ ഇന്ന് ആരുടെ ഹർത്താലിന്ന്. നിങ്ങൾ ഹർത്താളും പിന്നെ എന്റെ വലിഞ്ഞ മോന്ത പോലും കാണാൻ നിങ്ങൾ ഉണ്ടാവില്ല. അത് ആലോചിക്കുമ്പോഴാണ് വരെ കുത്തിരിക്കാൻ തോന്നുന്നത്. പക്ഷെ ഇരുന്നിട്ട് മക്കളില്ലാത്തോണ്ട് പാത്തു ഒരു സുഖമില്ല. ഓല് രണ്ടാളും ഇന്നലെ നരിക്കിൻക്കൊന്ന് പോയതാ. വൈകുന്നേരല്ലേ ഈ ഹർത്താൽ ഉണ്ടായത്. പിന്നെ ഓൽക്കിന്ന് പോരാനല്ലേ ഓലിന്ന് നരിക്കിൻ കുത്തിരുന്നോട്ടെ, നാളെ രാവിലെ അങ്ങ് പോരട്ടെ. മക്കള് വീട്ടിലുണ്ടാകുമ്പോഴേ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ ഉള്ളേ. അന്റെ ഈ ഒച്ച കേട്ടിട്ട് മടുത്തിക്കണ് മനുഷ്യന്. മൂസക്കായി നിങ്ങളോടൊന്ന് മനസ്സ് തുറക്കണോ? മനസ്സ് തുറക്കണം. വായിലടിച്ചാരിക്കാള് ദമാണ്ടേ മൂസക്കായെ, വയസ്സാം കാലത്ത് മൂപ്പരോരോരെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ആർക്കണ്ടി വയസ്സായത്? നിങ്ങൾക്ക് എന്നെ ഞമ്മക്കോ? എടി 21ാം വയസ്സിൽ കല്യാണം കഴിച്ചോണ്ട് ഞമ്മക്ക് വലിയ 2 കുട്ടികളുണ്ടായിപ്പോയി. അതുകൊണ്ട് നമ്മളങ്ങോട്ട് വയസ്സനാവുക. ഇങ്ങോട്ട് നോക്ക് പത്തോ, ഡൈ ചെയ്ത് നടന്നാലുണ്ടല്ലോ അന്റെ മൂസക്കായിനെ പിടിച്ചാ കിട്ടൂല മോളെ കേട്ടോ. ഓ, നമ്മള് റസിയന്റെ ചുരിദാറിട്ടൊന്ന് ഇറങ്ങിയാണ്ടല്ലോ നല്ല ചെത്ത് ചെക്കന്മാരെ നമ്മക്കും കിട്ടും. കിട്ടും, ചെക്കന്മാരെ കിട്ടും. എന്നിട്ട് ഈ ഒന്ന് തൊള്ളർന്നാ ഒരുവിടെ കൊണ്ടാക്കുകയും ചെയ്യും. എന്റെ കൈമേൽ നീ പൈസ തരും, നിങ്ങൾ വെച്ചോളി നിറഞ്ഞു. മൂസക്കായി ആ ഒന്നല്ല വെടുത്ത പ്രശ്നം. എനിക്ക് നിങ്ങളോടൊന്ന് മനസ്സോർക്കാനുണ്ട്. ഇജ്ജ് കൊറേ നേരം ഇത് തുറക്കാണ്ട് നിങ്ങോട്ട് തുറന്നൂട്. റസിയക്ക് ഇപ്പൊ എത്ര വയസ്സായിക്കണ് നിങ്ങൾക്ക് അറിയോ? ഓളെ പെറ്റത് ഇയ്യല്ലേ, എനിക്കറിയില്ല ഓളെ പ്രായം. ഇഞ്ച മൂസക്കായി ഓക്ക് കല്യാണ പ്രായം അയക്കണേ. ഓക്ക് മാണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾ കരുതി വെച്ചിക്കണോ? ഈ വാടാപ്പുറേന്ന് ഓളെ കല്യാണം കഴിച്ചു വിടുന്നത്? എന്റെ പാത്തോ, നല്ലൊരു ഹർത്താൽ ദിവസമായിട്ട് മനസ്സ് ചടപ്പിക്കല്ലേ ഈ. നമ്മള് കാര്യല്ലേ പറയണത്? അല്ല പാത്തുവോ, ഈ റസിയക്ക് എന്തെങ്കിലും പ്രേമറ്റുണ്ടെന്നോള് എന്നോട് പറഞ്ഞിക്കണോ? ഉണ്ടെങ്കില് ഉണ്ടെങ്കിലേ വല്ല പുളിങ്കൊമ്പിലറ്റ പിടിച്ചെങ്കിൽ അങ്ങോട്ട് നടന്നു പോയിക്കോട്ടെ. നമ്മളെ റസാക്കിന്റെ മോള് ഉണ്ടല്ലോ ഒരു ചങ്ങാരി കൂടെ പോയത്, ഓൻ 5 പൈസ ചെലവുണ്ടായില്ല. നിങ്ങളെ മനസ്സിലിരിപ്പ് അതല്ലേ? ഓൾ ഇഞ്ച മോളാണ്, ഓൾ അങ്ങനെ ഒന്നും പോവില്ല. എന്നിട്ട് ജിന്റെ കൂടെ പോന്നതോ? അന്ന് എന്തൊക്കെ അങ്ങോട്ട് സംഭവിച്ചു പോയി, അത്ര തന്നെ. അതന്നെ ഞാൻ പറഞ്ഞേ, മത്തം കുത്തിയാ കുമ്പളം മുളയ്ക്കൂല. പത്തുവോ, ഇപ്പൊ തൽക്കാലം നമ്മൾ ഈ ബിസൈം വിടുക. ഓള് +2 പഠിക്കണല്ലോ, സമയം എത്ര ഉണ്ട്? ഈ പേപ്പറും കിടക്ക്, പേപ്പർ വായിക്കട്ടെ. പേപ്പർ അല്ലേ കിടക്കണേ? ഇനി നിങ്ങളെ കയ്യിൽ കൊണ്ടു തരണോ നമ്മള്? ഇതാ ഉറക്ക വായിക്ക്, നമ്മളെ വായനയും കൂടി ഇല്ലാട്ട് കയ്യേട്ടെ. അല്ലാണ്ട് ഈ ഒറ്റക്ക് പത്രം വായിച്ചിട്ട് നമ്മൾ ഇതുവരെ കണ്ടില്ലല്ലോ. പാത്തു ഇങ്ങോട്ട് നോക്ക്, ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി റിയാലിറ്റി ഷോ തുടങ്ങണെന്ന്. ഏത് ചാനലില്? മീഡിയ 1-ല്. എന്തേത്ത സമ്മാനം നോക്കി? 50 ലക്ഷത്തിന്റെ ഫ്ലാറ്റ്. 50 ലക്ഷത്തിന്റെ ഫ്ലേറ്റോ? ഫ്ലേറ്റ് കിട്ടിയാ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ മുസക്കായെ? എനിക്കെന്തോ അറിയില്ല പാത്തു, എനിക്ക് ഫ്ലാറ്റിനോട് വലിയൊരു താല്പര്യമില്ല. ഈ ഫ്ലാറ്റിലാകുമ്പോ നമുക്കൊന്ന് കുൽക്കുഞ്ഞ് തുപ്പാനുള്ള ഒരു സ്ഥലം, ഒരു മുറ്റല്ലല്ലോ. എനിക്ക് അടിച്ചേരാൻ മുറ്റുണ്ടാവും. മൂസക്കായെ, നമ്മൾ എന്തിനാ കൊൽക്കുഞ്ഞ് തുപ്പാനൊക്കെ നിക്കണത്? നമ്മക്ക് ഈ ഫ്ലാറ്റ് മറച്ചു വിറ്റൂടെ? മറച്ചു വിറ്റ് കിട്ടണ പൈസ കൊണ്ട് നമുക്ക് റസിയന്റെ കല്യാണം നടത്താം, ചെറിയൊരു പൊര വാങ്ങാം, ബാക്കിയുള്ള പൈസ നമുക്ക് ബാങ്കിലൂടാ. എങ്ങനെയുണ്ട് ഐഡിയ? അത് ഗംഭീര ഐഡിയ ഉള്ള പാത്തു. നമുക്ക് എന്താണെങ്കിലും ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണോ? നിങ്ങൾ ബാക്കിയുള്ള നിബന്ധനകളൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് വായിക്കി. ഇതിൽ പങ്കെടുക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ സംഗീത ബോധം ഉള്ളവരായിരിക്കണം. ആ ബോധം നമുക്ക് ഉണ്ടോ പാത്തു? പിന്നല്ലാണ്ട് നിങ്ങളല്ലേ നേരത്തെ പാട്ട് പാടിയത്? പാട്ട് പാടാൻ അറിയണേനാണ് സംഗീത ബോധം എന്നൊക്കെ ഓല് പറയണത്. ആണോ? നമ്മള് പാടും, ഒന്നൊന്നല്ല, എത്ര പാട്ട് വേണമെങ്കിലും നമ്മള് പാടും. എന്നാലിപ്പോ ഓലാട് ചെല്ലുമ്പോ നമ്മളോട് ഒരു പാട്ട് പാടണമെന്ന് പറയാ. നിങ്ങൾ ഏത് പാട്ട് പാടൂ? നമ്മള്
അയില പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ഓ, ഈ മീൻപാട്ട് അല്ലാണ്ട് വേറെ ഒരു പാട്ട് പാടി. അത് മീൻപാട്ട് പാടാൻ പാടില്ല. അയിലേയും കരിമീനും ഒന്നും മാണ്ട. നിങ്ങളൊരു മീൻകാരനാന്നുള്ള കാര്യം ഓൾക്ക് അറിഞ്ഞൂടെ? അതുകൊണ്ട് നമ്മൾ വേറെ പാട്ട് പാടണോ? ആ, വേറെ ആണെങ്കിൽ പുത്തമ്പലക്കാരേ പുത്തമ്പലക്കാരേ ഒരക്കാട്ട് കടപ്പുറത്ത് ചാകര ചാകര ചാകര. ഓ, മതി മതി മതി, നിർത്തി. ഒരു ചാകരപ്പാട്ട് നിങ്ങളോടല്ലേ പറഞ്ഞത്? ഐലന്റെ മത്തിന്റെ ചാകരന്റെ പാട്ട് അല്ലാണ്ട് വേറൊരു പാട്ട് പാടാനി. ഓ, അതിലും മീനുണ്ടല്ലേ? ചാകരയില് പിന്നെ മീനല്ലേ ഉള്ളു. ഇനി നിങ്ങളോട് പറയാണ് ഒരു സങ്കടപ്പാട്ട് പാടാൻ. നിങ്ങൾ ഏതാ പാടിയാ? സങ്കടമാണോ? ആ, നല്ല സങ്കടത്തിൽ ഒരു പാട്ട് പാടി. ഉണ്ട്. അറബി കടലേ അറബി കടലേ ചോദിച്ചോട്ടെ നിൻ അറബി കഥയിലെ രാജകുമാരി സുഖമായി വായുന്നു. എനിക്ക് ഇത്ര സങ്കടം വന്നു എന്റെ പാട്ട് ഇട്ടിട്ട്. അങ്ങോട്ടല്ല, ഇതിലും മീനുണ്ട്. ഇതിലേടെയാണ് പാത്തു മീന്? അറബിക്കടലിൽ നല്ല എങ്ങൾ പിടിച്ചോണ്ടോന്ന് വിൽക്കണ മീന് മുയ്മേ. മൂസക്കായെ, ഇനി നല്ല ഫാസ്റ്റ് നമ്പർ പാടാൻ മനങ്ങൾ ഏതാ പാടിയാ? ആ, അത് അന്തിക്കടപ്പുറത്തൊരോലക്കുട എടുത്ത് 4 കുട്ടി മുറുക്കി നടക്കണത് ആരാണ്? ആരാണ്? ഞാനല്ല, പാരുണ്ടല്ല, തെരകളല്ല, ചെമ്മാനം വായണ തൊറയരയൻ, അങ്ങേകരയില് പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണ്. നിർത്തി മാറ്റി നിങ്ങൾ ഒൽക്കമലത്തെ പാട്ട്. തൊറയും കടലും ചാകരയും മീനും മത്തിയും അല്ലാണ്ട് നിങ്ങളെ പാട്ടില് വേറെ ഇല്ല. എന്തൊരു കഷ്ടാണ് റബ്ബേ. നിങ്ങൾ പാടണ്ട കേട്ടോ മൂസക്കായെ, നമ്മൾ പഠിച്ചോളുന്നുണ്ട്. അപ്പൊ ഈ ഏതാ പാടുക? ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു പാട്ടാട്ട് പാടും. ഏത്? അയില മത്തി മീനുണ്ട്, മീന് പൊരിക്കാൻ എണ്ണയില്ല, മൂസക്കായിന്റെ പൈസ ഇല്ല, പള്ളേ പൈച്ചിട്ട് നിന്നൂടാ. ഇന്ന വലിയ കുറ്റം പറഞ്ഞപ്പോ ഇതിന്റെ അകത്ത് മീനില്ല ഈ പാടിയാല്? പിന്നെ മീനില്ലാണ്ടിക്കോ? എന്താണ്? ചന്നൻ ചാരിയ ചന്നൻ മൺകൂ, ആല ചാരിയ ആല മൺകൂ, മീൻകാരനെ ചാരിയ മീൻ മൺകൂ. ശരി. അല്ല, ഇനിയിപ്പൊ എന്നോട് ഇപ്പൊ ഒരു സങ്കടപ്പാട്ട് പാടാൻ പറഞ്ഞ ഏതാ പാടുക? അതേ കരച്ചല പാടൂടെ? നീ ഒളിച്ചിരിക്കണെന്താണ്? അല്ല പത്തുവോ, എന്നോട് കരയാനല്ല പറഞ്ഞ പാട്ട് പാടാനാണ്. പിന്നെ സങ്കടം ഉണ്ടാവൂലേ? സാജിദ എടോ പോയി ഒളിച്ചു നിക്ക. അപ്പോളോട് ഒളിച്ചു നിക്കണ എന്താണ് നല്ല ചോദിക്കണേ? മതി മതി മതി, അത് മതി, ധാരാളാണ്. ആണി ഭാത്തു എനിക്ക് എന്താ തോന്നിയെന്നറിയോ? തോന്നിയേ ചില ആടുകളെ ഈ മതിലിന്റെ മേലിനൊക്കെ തായോട്ട് കയറിന്റെ മേലെ തൂങ്ങിപ്പോയിട്ട് ശ്വാസം കിട്ടണം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ മതിയാക്കി തോന്നി. നിങ്ങളൊന്ന് പോയി അടുത്ത് ഒരു വലിയ പാട്ടുകാരൻ വന്നിക്കണ്. അടുത്തത് നോക്കി. അടുത്ത ഞാൻ വായിക്കാം. അടുത്തത് ഇതെന്താ പത്തു എഴുതിയത്? ഡുയറ്റ്. അതിന്റെ അത് ഡുയറ്റ് പാടണോ നീ? ആന്നും പാണ്ടിട്ട് പത്തു. ഓനൊക്കെ ടിവിയിൽ പാടുന്ന ഓനൊക്കെ വലിയ കായ് കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മള് പാടുന്ന പാട്ട് മാത്രം പാടിയാൽ മതി. നമ്മള് മൂസക്കായെ ഡുയറ്റ് പാടിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുഗ്മഗാനോ. എന്ത് കാര്യം? അതായത് ഒരാണും പെണ്ണും നിന്നിട്ട് പാടുന്ന പാട്ടി. ഓ, അതാണ് നമ്മൾ അതിപ്പോ നമ്മള് പാട് പാത്തു. ഒരു പാട്ട് പറയും നമ്മളെ കുറിച്ചുള്ള പാട്ട് പാടി. ഏത്? വെളുത്ത പെണ്ണ്. അഞ്ച് വെളുത്തിട്ടാ? പിന്നെ അല്ലാണ്ട് ഇതൊക്കെ വെളുപ്പാണ പാത്തു. അപ്പൊ വെളുത്ത പെണ്ണുങ്ങളെ പറ്റി ഞാൻ എന്ത് പാടും? നിങ്ങൾ പാടുന്നുണ്ടെങ്കിൽ പാടാ. വെളുത്ത പെണ്ണേ മനസ്സിലെന്താണ്? നിന്റെ മനസ്സിലെന്താണ്? വെളുക്കുവോളം കണ്ട കിനാക്കൾ മനസ്സിലുണ്ടല്ലോ, നമ്മളെ മനസ്സിലുണ്ടല്ലോ. കസർത്തുകാരാ കറുത്ത കണ്ണിൽ താമസമാരാണി, കണ്ണിൽ താമസമാരാണി. കളിച്ചു കൊണ്ടൊരു കൺമണിയുള്ളിൽ തപസ്സിരിപ്പുണ്ട്, ഉള്ളിൽ തപസ്സിരിപ്പുണ്ട്. അത് സാറായിക്കണില്ലേ പത്തോ? നന്നായിക്കണ്. പക്ഷെ നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. അടുത്ത വായിക്കേണ്ടതാണ് പാത്തോ. ഇനി എന്താ ഇരിയെന്നറിയോ? അഭിനയ നൈപുണ്യം വേണമെന്ന്. അതിന്റെ നൈപുണ്യോ? നൈപുണ്യം എന്ന് പറഞ്ഞാല് കൈപുണ്യം പോലെ ഒരു സാധനം. അതായത് കഴിവ്,
അഭിനയത്തിലുള്ള കഴിവ്. ഓ, അഭിനയിക്കാനുള്ള കഴിവാ. ആ, ആ. ആടിയപ്പോ നമ്മൾ ഇടങ്ങാറാവുക. എന്തേത്താ പ്രശ്നോ? എന്തെത്താ കാട്ട ഞാൻ നമ്മൾ ഏതെങ്കിലും ഒരു സിനിമയിൽ എന്തെങ്കിലും ഒരു രംഗം നമ്മൾ കൊണ്ടാവുന്നു നാട്ട് അഭിനയിച്ചാ മതി. സിനിമയിലതോ? ആ, അങ്ങനാണെങ്കിൽ തന്നെ നമ്മളിപ്പോ ഏതെടുക്കും? ഏതെടുക്കുക? ആ, മൺചിത്രതായി. മണിച്ചിത്രത്തായോ? ആ, മൺചിത്രതായില് നിങ്ങള് കോടീശ്വരനും ഞാനും ഗംഗയും. ഞാൻ കോടീശ്വരനല്ല, ഞാൻ മീൻകാരനല്ലേ. അതല്ല, ഏ? സുരേഷ് ഗോപി. ഞാനോ? ആ. റബ്ബേ, നമ്മള് സുരേഷ് ഗോപിയോ? ആ, ഞാൻ പറഞ്ഞുതരാം. ആരാണ്? നമ്മള് ശോഭന ഗംഗ. നമ്മളെ പേര് ഗംഗാന്ന് കേട്ടോ. ആ. നമ്മള് അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകുകയായിരിക്കും. അന്നപ്പോ നിങ്ങൾ വന്നിട്ട് ചോദിക്കണം, ഗംഗെ ഈ എങ്ങോട്ടാ പോണെന്ന് ചോദിക്കണം. അന്നപ്പോ നമ്മൾ ഇങ്ങനെ സ്ഥലത്തേക്ക് പോകുകയെന്നറിയാം. അപ്പൊ നിങ്ങൾ അറിയും പോണ്ടാന്നറിയണം. നമ്മൾ എത്ര നിങ്ങളോട് സമ്മതം ചോദിക്കണോ അന്നപ്പൊക്കെ നിങ്ങൾ പോണ്ടാന്ന് നിങ്ങൾ സമ്മതിക്കരുത്. ചോദിക്ക് എങ്ങോട്ടാ പോണേ? അല്ല പത്തു, ഇജ്ജ് എങ്ങോട്ടാ പോണേ? പാത്തല്ല ഗംഗ. ഗംഗ. ഗംഗ ഇജ്ജ് എടുക്കാ പോണേ? ഗംഗ ഇജ്ജ എടുക്കാ പോണല്ല. ഗംഗെ നീ ഇപ്പൊ എവിടെ പോണു? ആ, അങ്ങനെയാണ്. ഗംഗേ, ഇജ്ജിപ്പോ എവിടെയാ പോന്നത്? നമ്മൾ പറഞ്ഞില്ലായിരുന്നോ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഇന്ന് പോകുന്നീ? ആ, അതിലേക്ക് പോണ്ട. നമ്മൾ നകുലേട്ടനോട് പറഞ്ഞല്ലോ ആഭരണം എടുക്കാൻ നമ്മൾ ഇന്നും പോകുന്നീ. നകുലേട്ടനോ? ഞാൻ സുരേഷ് ഗോപി അല്ലേ? മൂച്ചക്കയ്യെ നകുലേനെന്ന് പറയണ സുരേഷ് ഗോപിന്റെ ആ സിനിമയിലത്തെ പേരാണ്. നീ ഒന്നുകൂടി പറഞ്ഞോ. നിങ്ങൾ ചോദിക്കും ഒന്നുകൂടി. ഗംഗേ, ഇജ്ജ് എവിടേക്കാ പോണേ? ഞാൻ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഇന്ന് പോവുകയാണ്. അതിനേക്ക് പോണ്ട. നമ്മൾ നകുലേട്ടനോട് പറഞ്ഞാണല്ലോ ഒന്ന് പോകുന്നീ. മാണ്ടാന്ന് പറഞ്ഞാ മാണ്ട. മാണ്ടാന്നൊന്നും പറഞ്ഞില്ല എന്റെ മൂസക്കായെ. മാണ്ട ജഡ്ജസ് മുന്നിൽ കുത്തിരിക്കും. വേണ്ട വേണ്ട, ഇജ്ജ് പോണ്ട. എന്താ നമ്മൾ പോയാലി? പോണ്ടാന്ന് പറഞ്ഞില്ലേ? എന്തൊക്കെ പോയാലി? അന്നോടല്ലേ പോണ്ടാന്ന് പറഞ്ഞേ? വിടമാട്ടേ. അപ്പൊ നീ എന്നെ ഇങ്ങ നിന്നും എങ്കയും പോക വിടമാട്ടേ? അയോഗ്യനായേ, ഇന്നേക്ക് ദുർഗാഷ്ടമി. അന്നെ കൊന്നി എന്റെ രക്തത്തെ കുടിച്ച് ഓങ്കാര നടനമാടുവേൻ. നകുലേട്ടാ, നമ്മൾ എന്തേട്ടാ പറഞ്ഞേ? എന്റെ കസാലയൊക്കെ എടുത്ത് പൊന്തിച്ചേ. സിനിമയിലോള് കട്ടിലെടുത്ത് പൊക്കണേ. നമ്മൾ അന്നപ്പോ ഒരു കസാരെങ്കിലും എടുത്ത് പൊക്കണ്ടേ? നേരാ പാത്തു ഉസാറായിക്കിട്ട് എന്റെ അവന്. നമ്മൾ ശരിക്കും പേടിച്ചോടാ എന്റെ കണ്ണു മോറും കണ്ടിട്ട്. ഇതില് ഞമ്മക്ക് നല്ല മാർക്ക് ഇട്ടോ. അല്ല, എന്റെ സുരേഷ് ഗോപി എങ്ങനെ? സത്യം പറയാൽ മൂസക്കായി ഭയങ്കര മോശം. നിങ്ങൾ ഒരുപാട് മെച്ചപ്പെടാണ്ട്. അങ്ങനെ ഏകദേശം നമ്മൾ അഭിനയവും കുഴപ്പമില്ല. അടുത്ത എന്തേതാണെന്ന് വായിക്കി. അടുത്തത് പഠിച്ച റബ്ബേ പാത്തു ഡാൻസ് അറിയണം പോലെ. എങ്ങനെ എടുങ്ങേറി നമ്മൾ പഠിപ്പിച്ചു തരാം. ഒരു കുഴപ്പമില്ല. ഡാൻസ് ഒന്നും ഞമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടിയില്ല പത്തുവോ. പറ്റും മൂസക്കായേ. ഈ അയിലയും മത്തിയും ഒക്കെ പഠിക്കണ മാതിരിയായിട്ട് പഠിച്ചാ മതി. അതാണ് ഇപ്പോഴത്തെ ഡാൻസ്. അല്ല, അതിനിപ്പോ ഏതാ പാട്ട്? 2 ടൈപ്പിലുള്ള ഡാൻസ് ഓല് ചോദിക്കും, പഴയതും പുതിയതും. നമുക്ക് ആദ്യം പഴയത് കളിക്കാം. ആ മൊബൈൽ ഇങ്ങോട്ടേരി, പാട്ട് കേട്ടെ. ഇത് നിങ്ങൾ ഉസാറായി ചെയ്തിട്ട്. നിങ്ങൾ ഒരു പഴയ മനുഷ്യനാണല്ലോ. ഇനി ഫാസ്റ്റ് നമ്പർ. നമ്മൾ പറഞ്ഞില്ലേ മീൻ പഠിക്കണ മാതിരി ഇങ്ങനെ പഠിക്കുക. അങ്ങനെ കുലിക്കൂടി. ഇവിടെ കുലിക്കി. ഞമ്മളെ കൊണ്ട് ഇതൊന്നും കൂട്ടിയാ കൂടില്ല മോളെ. ഒരു ഫ്ലാറ്റിന് വേണ്ടിട്ടല്ലേ മൂസക്കായേ? നമുക്ക് അങ്ങോട്ട് കഷ്ടപ്പെടാ. കുറച്ചായിട്ട് കുളിക്കാ പോരെ? ആയിക്കോട്ടെ. ഹലോ, ഇനി അടുത്ത നിമിത്തന്നെ വായിച്ചോടി. വായിക്കാം. അടുത്തത് പാത്തുവോ? ഹലോ, എന്തേതാണേ അവസാനം ഓരോ എഴുതി എന്താന്നറിയോ? എന്തേതാ? 35 വയസ്സിന് താഴെയുള്ള ദമ്പതിമാർക്ക് ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. അല്ല പാത്തു, എനിക്ക് എത്ര വയസ്സായിപ്പോ? നമുക്ക് 33. എനിക്ക് 44 പാത്തു. ഓ, പോലത്തെ ഒരു വയസ്സിന് കെട്ടിയൻകൊണ്ടാ നമുക്കിപ്പോ ഫ്ലാറ്റ് നഷ്ടപ്പെട്ട്. ഏതെങ്കിലും ചെറുപ്പക്കാരുടെ കൂടെ പോയാ മതിയായിരുന്നു. എന്നാ ഫ്ലാറ്റ് കിട്ടിയേനു. ഇനിയിപ്പൊ എന്താക്കും പാത്തു? നിങ്ങളെ 44 വയസ്സും പിടിച്ചിട്ട് ആര് കുത്തിന്നോലെ ആർത്താലല്ലേ? എന്തൊക്കെ ഫ്ലാറ്റ് കിട്ടണ്,
അത് മറിച്ച് വിൽക്കണ്, എന്നിട്ട് റസിയാന്റെ കല്യാണം നടത്തുന്നു, വേറെ ചെറിയ വീടെടുക്കണ്, ബാക്കിയുള്ളത് ബാങ്ക് കൊണ്ടിടുന്നു. ഇത് തായെന്ന് മുകളിലേക്ക് വായിച്ചാൽ മതി. എന്നാ ഈ അടങ്ങറൊന്നും ഇല്ലേ, എല്ലാം കൂടി കുലുക്കി താക്കി ആയിപ്പോ.